സമാധാനം പുനഃസ്ഥാപിക്കാൻ ലഡാക്കിലെ സംഘടനകളുമായി കേന്ദ്ര സർക്കാർ നടത്തുന്ന ചർച്ചകൾക്ക് ഇന്ന് തുടക്കം. സംഘർഷമുണ്ടായ ശേഷം ആദ്യമായാണ് വിശദമായ ചർച്ച നടക്കാൻ പോകുന്നത്. ലേ അപെക്സ് ബോഡിയും കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിളിച്ച ചർച്ചയിൽ പങ്കെടുക്കും. സംഘർഷം സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രശാന്ത് ഇതിന്റെ വിവരങ്ങളുമായും തുടരുന്നുണ്ട്. പ്രശാന്ത്, ഈ ജുഡീഷ്യൽ അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ലഡാക്കിലെ സമാധാനവുമായി ബന്ധപ്പെട്ട് ഒരു മുൻകൈ എടുത്തിരിക്കുന്നത്. നേരത്തെ ഈ ലേ അപെക്സ് ബോഡിയും അതുപോലെ തന്നെ കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് ഒന്നും ഈ കേന്ദ്ര സർക്കാരിന്റെ സമവായ നീക്കങ്ങൾക്ക് വഴങ്ങിയിരുന്നില്ല. പക്ഷേ കേന്ദ്ര സർക്കാരാണ് ഈ സമാധാനം പുനഃസ്ഥാപിക്കാൻ മുൻകൈ എടുക്കേണ്ടത് എന്നുള്ള ഒരു ശ്രദ്ധേയമായ കാര്യം കൂടിയുണ്ട്. ആ രീതിയിലൊക്കെയുള്ള ഒരു സമവായ ചർച്ചകളായിരിക്കുമോ ഇന്ന് തുടക്കമാവുക? സെപ്റ്റംബർ 24 ലഡാക്കിൽ സംഘർഷമുണ്ടാകുന്നത്. 4 പേർ മരിക്കുന്നു, 70-ലധികം പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. അതിനുശേഷം നിരവധിയായ ചർച്ചകളിലേക്ക് കേന്ദ്ര സർക്കാർ മുന്നിട്ടിറങ്ങിയിരുന്നു. പക്ഷേ ആ ചർച്ചകളോട് സഹകരിക്കാൻ ലേ അപെക്സ് ബോഡിയും അതുപോലെ തന്നെ കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസും തയ്യാറായില്ല. മാത്രമല്ല, അതിൽ പ്രധാനമായും അവർ ഉന്നയിച്ച ആവശ്യം എന്നത് ജുഡീഷ്യൽ അന്വേഷണമായിരുന്നു. അതിപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അവർ ഉന്നയിച്ച ഒരു ആവശ്യം ബാക്കിയായി നിൽക്കുകയാണ്. അത് സോനം വാങ്ചുക്കിന്റെ മോചനമാണ്. അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരുടെ തീരുമാനം എടുക്കേണ്ടത്. അദ്ദേഹം ഇപ്പോഴും ജയിലിൽ തുടരുകയാണ്, ജോധ്പൂർ ജയിലിലാണ് ഉള്ളത്. സ്വാഭാവികമായും അക്കാര്യത്തിൽ നിലപാട് കേന്ദ്ര സർക്കാർ എടുക്കുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ നിരവധിയായ വിഷയങ്ങൾ അല്ലെങ്കിൽ കേസുകൾ അദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ആ കേസുകളുടെ കാര്യത്തിൽ ചില ഇടപെടലുകൾ നടത്താം എന്നതിനപ്പുറത്തേക്ക് അത് പൂർണ്ണമായും പിൻവലിക്കാൻ കഴിയില്ല. കാരണം മറ്റ് ചില വിദേശ സംഭാവന ചട്ടം ലംഘിച്ചതുമായി ബന്ധപ്പെട്ട കേസുകളടക്കം അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ അത് വളരെ പെട്ടെന്ന് പിൻവലിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. പക്ഷേ അതേസമയം തന്നെ 2 തവണ മാറ്റിവെച്ച ചർച്ച അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും നിർണായക തീരുമാനങ്ങൾ ഉണ്ടായേക്കും. സമാധാനം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ഈ ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, ജുഡീഷ്യൽ അന്വേഷണം അതിന്റെ രീതിയിൽ BS ചൗഹാന്റെ നേതൃത്വത്തിൽ അത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ആ റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാം. അതുവരെ സമാധാന പാതയിലേക്ക് എത്തണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തൊഴിൽ സംവരണം, ജോലി സംവരണവുമായി ബന്ധപ്പെട്ട നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ലേ അപെക്സ് ബോഡിയും കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസുമെല്ലാം തന്നെ അവിടെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും അത് സംഘർഷത്തിലേക്ക് മാറുകയും ഒക്കെ ചെയ്തത്. ഏതായാലും ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിട്ടുണ്ട്. ആ വിട്ടുവീഴ്ചകൾ നേരത്തെ സൂചിപ്പിച്ച തന്നെയാണ്. ഇനി സോനം വാങ്ചുക്കിന്റെ കാര്യത്തിൽ എന്ത് വിട്ടുവീഴ്ച ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ഈ സംഘടനകളുടെ പ്രധാന ആവശ്യം തന്നെയാണ്. സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ ആ ചർച്ചകളിലേക്ക്, ഈ നടക്കുന്ന ചർച്ചകളിലേക്ക് അത് എത്തുമോ എന്നുള്ളതാണ്. ഈ ചർച്ചകളിൽ എന്തായാലും ഇവർ പങ്കെടുക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പങ്കെടുക്കും. 8 പേരാണ് യോഗത്തിൽ ഈ സംഘടനകളെ പ്രതിനിധീകരിച്ച് ലഡാക്കിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുക. ഒപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഈ ചർച്ചയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത്. അമ്പിളി.